കോവിഡിന് ശേഷം ചൈനയിൽ നിന്നും ആ മഹാമാരി ഇന്ത്യയിലും എത്തി. കർണാടകത്തിന് പിന്നാലെ ഇപ്പോഴിതാ ഗുജറാത്തിലും ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ കർണാടകയിൽ 2 HMPV കേസുകൾ ICMR സ്ഥിരീകരിച്ചിരുന്നു. 3 മാസം പ്രായമായ പെൺകുഞ്ഞിനും 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. 2 കുട്ടികൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല. 2 കുട്ടികളെയും ഇവരുടെ രക്ഷിതാക്കളെയും ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കർണാടകയിൽ സ്ഥിരീകരിച്ച HMPVക്ക് ചൈന ബന്ധമില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഇതിനിടെ വൈറസ് വ്യാപന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ശൈത്യകാലത്തെ സാധാരണ അണുബാധ മാത്രമേയുള്ളൂ എന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് ശ്വാസകോശ അണുബാധ കുറവാണ് എന്നുമാണ് ചൈനയുടെ വിശദീകരണം. അതേസമയം HMPV കേസുകൾ വർദ്ധിക്കുന്നതോടെ ആരോഗ്യ വെല്ലുവിളികൾക്കുള്ള തയ്യാറെടുപ്പ് ഉറപ്പാക്കാൻ ഡൽഹി ഒരുങ്ങി. HMPVയും മറ്റ് ശ്വാസകോശ സംബന്ധമായ വൈറസുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളും നേരിടാൻ തയ്യാറാകണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഡൽഹിയിലെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസുകളുടെ വിശദമായ രേഖകൾ സൂക്ഷിക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാരസൈറ്റമോൾ, ആന്റിഹിസ്റ്റാമൈൻസ്, ബ്രോങ്കോഡിലേറ്റുകൾ, കഫ് സിറപ്പുകൾ തുടങ്ങിയ മരുന്നുകൾ കരുതി വെക്കണമെന്നാണ് നിർദ്ദേശം. ഓക്സിജനും നേരിയ തോതിലുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള മരുന്നുകളും കരുതണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംശയാസ്പദമായ കേസുകളിൽ കർശനമായ ഐസൊലേഷൻ പ്രോട്ടോകോളുകളും സാർവത്രിക മുൻകരുതലുകളും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ടതില്ല എന്നും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ പൗരന്മാരോട് കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. രാജ്യത്ത് HMPV രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിർദ്ദേശിച്ചു. കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനും ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങളുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ലോകാരോഗ്യ സംഘടനയോട് HMPV സംബന്ധിച്ച വിവരങ്ങൾ അതത് സമയത്ത് കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യങ്ങൾ ICMR അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിരീക്ഷിച്ചു വരികയാണ്. ഗുരുതരമായ സാഹചര്യമില്ല എന്നാണ് ഇക്കാര്യത്തിൽ ICMRഉം വ്യക്തമാക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ഉന്നത യോഗം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. കർണാടകയിൽ 3 മാസം പ്രായമായ പെൺകുഞ്ഞിനും 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു 3 മാസം പ്രായമായ പെൺകുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്രവ പരിശോധനാ റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്തുവന്നത്. ഇരുവരും ഒരേ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് HMPV. ഇതെല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്നു. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അഥവാ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. രാജ്യത്ത് HMPV സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏത് സാഹചര്യം നേരിടാനും രാജ്യം തയ്യാറാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. HMPV രോഗം ബാധിച്ച 2 കുട്ടികൾക്കും അന്താരാഷ്ട്ര യാത്രാ പശ്ചാത്തലമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും മുമ്പ് തന്നെ HMPV വൈറസ് നിലവിലുണ്ട് എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കർണാടക ആരോഗ്യ വകുപ്പും പറയുന്നത്. കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി എത്തുന്നവരെ HMPV ടെസ്റ്റ് നടത്തും. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകാമെന്നത് ആശങ്ക പരത്തുന്നുണ്ട്. പനി, ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ചുമ, മൂക്കടപ്പ് മുതലായവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ശരീരസ്രവങ്ങളിലൂടെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നത്. മൂക്ക്, വായ, കണ്ണ് എന്നീ അവയവങ്ങൾ തൊടുകയും സ്രവങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് വൈറസ് വളരെ വേഗത്തിൽ പകരുന്നതിന് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള ലൈഫ്.